ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അമ്മമ്മയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മയുടെ ഡെയിലി റൂട്ടീൻ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഉച്ചവരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയണുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മമ്മ രാവിലെ ഒരു 6:15 6:00 കൂടിയിട്ടൊക്കെ എണീക്കും. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പതിവാണ് കേട്ടോ അമ്മമ്മയുടെ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വെറും വയറ്റിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാട്ടോ അമ്മമ്മ പറയണത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിരുന്നതിൻ്റെ ശേഷം അപ്പം തന്നെ വേഗം എണീക്കില്ല കേട്ടോ ആള് മുടിയൊക്കെ ഒന്ന് അയച്ച് അതൊക്കെ ഒന്ന് കെട്ടി വെച്ചതിൻ്റെ ശേഷമൊക്കെയാണ് മെല്ലെ സാവധാനം ഇരുന്നിട്ടൊക്കെയാണ് എണീക്കാറ് കേട്ടോ. അതാണ് അമ്മമ്മയുടെ ഒരു ശീലം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. ആ വെള്ളം നമ്മുടെ ചിറ്റാമൃതല്ലേ, അതിട്ടിട്ടുള്ള വെള്ളമാട്ടോ കുടിക്കാറും. ചില ദിവസങ്ങളിൽ അത് കുടിക്കും, ഡെയിലി കുടിക്കാറില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ ആ വെള്ളം കുടിക്കാറുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് ആൾ പറയുന്നത്. ഡെയിലി കുടിക്കാറില്ല, ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റടി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നീട്ടിട്ട് തലയിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് മഞ്ഞ് കൊള്ളണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അത് കെട്ടിട്ട. എന്നിട്ട് പിന്നെ മുറ്റടിക്കുന്നുണ്ട്. അമ്മമ്മയുടെ മുറ്റടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര നീറ്റായിട്ട് ആൾ നല്ല വൃത്തിക്ക് അടിക്കും. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കാണില്ല, പക്ഷേ അമ്മമ്മ അടിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റാണ്. നമുക്ക് ഞാൻ പറഞ്ഞു, മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കൂല, ആൾ സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ അത്രയും ടൈം എടുത്തിട്ടാണ് ആൾ മുറ്റടിക്കുക. പിന്നെ മുറ്റടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് തേക്കലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പല്ല് സെറ്റ് പല്ലില്ലേ, അത് വെച്ചേക്കാണ് ആൾ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വയ്ക്കുക ചെയ്യാറ് കേട്ടോ. എന്നിട്ട് ബ്രഷായിട്ട് തേക്കും. അപ്പോൾ അത് പിന്നീടാണ് ചെയ്യാറ്. അത് തലേദിവസം തന്നെ രാത്രി വെള്ളത്തിലിട്ട് വെക്കണതാണല്ലോ. അപ്പോൾ പിന്നത്തെ പരിപാടി കുളി തന്നെയാണ്. അപ്പോൾ ആദ്യം എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കും. അതും ഈ പറഞ്ഞ മാതിരി എല്ലാ ദിവസമൊന്നും ആൾ എണ്ണ തേക്കില്ല. ചൊവ്വ, വെള്ളി, ഞായർ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എണ്ണ തേക്കുക കേട്ടോ. അപ്പോൾ മുടിയൊക്കെ നന്നായി വേറെടുത്ത് ആട്ടൊക്കെയാണ് എണ്ണ തേച്ച് കെട്ടിവെച്ച് സെറ്റായി നിൽക്കും കേട്ടോ കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഈ പ്രായമുള്ള ആൾക്കാരനൊക്കെ നല്ലൊരു ഐശ്വര്യമാണല്ലോ. നമ്മുടെ വീടിനും ഒരു ഐശ്വര്യമാണ്. അതുപോലെ ഇങ്ങനെയൊക്കെ കുളിച്ചൊരുങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട്. കഴിച്ചോളാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമിദേവിക്ക് കൊടുക്കുകയാണെന്നൊക്കെ എന്നിട്ട് ആൾ പറയണത്. അപ്പോൾ ഇന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ശീലമുണ്ട് ആൾക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിൽ വിൽക്കണ ഒരു ചേട്ടൻ കേട്ടോ, അതിനൊക്കെ വരാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അച്ഛൻ ആളുടെ നിന്ന് അവിൽ വാങ്ങാറുണ്ട് കേട്ടോ. നല്ല നാടൻ അവിലാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഒരു വിഷമൊന്നും ഇല്ലാത്ത നല്ല അവിൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ആളുടെ തന്നെയാണ് കേട്ടോ മേടിക്കാറും. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ആൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് വരാറില്ല, മഴയായാലും വരും എന്നൊക്കെയാണ് ആൾ പറയണത്. അത് കഴിഞ്ഞിട്ട് അമ്മമ്മ ഗ്രീഷ്മയുടെ മുടി വേറെടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് ഈ മുടി വേറെടുക്കുക, അതുപോലെ ചീന്തി കെട്ടി കൊടുക്കുക, അതൊക്കെ അമ്മമ്മയ്ക്ക് മുന്നേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. മുടി നന്നായിട്ട് നോക്കണം, നമ്മൾ വെട്ടി കളയണതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. ആൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ പോയതാണ്. നല്ല പ്രായത്തിലൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വയസ്സായാലും മുടിയൊക്കെ ഉണ്ട്, എന്നാലും കുറേയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യത്തിന് മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് തീരെ മുടി വെട്ടണത് ഇഷ്ടമല്ല. അതുപോലെ എണ്ണ തേക്കാണ്ട് നടക്കണത് അതൊന്നും ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനായിട്ട് കളിക്കുന്നുണ്ട് കുറച്ച് നേരം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനി അടിച്ചു വരാൻ നിന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ചായയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ അടിച്ചു വാരുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി തന്നെ അമ്മമ്മ ഇവിടെ ഉള്ള സമയത്ത് നമ്മളെ കൊണ്ടൊന്നും അടിച്ചു വരാനോ ഒന്നും നമ്മളെ കൊണ്ട് സമ്മതിക്കില്ല കേട്ടോ. എത്ര പറഞ്ഞാലും ആൾ സമ്മതിക്കില്ല. അത് ആൾക്ക് തന്നെ ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് വൃത്തിയായിട്ടില്ല എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ഇത് ഒരു മുക്കും തൊടാണ്ടാണ് അടിച്ചിട്ടുള്ളത്, അത് കാരണം പൊടിയുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പിന്നെ
അമ്മമ്മ തന്നെയാണ് അടിക്കുക. വന്നു കഴിഞ്ഞാൽ അടിക്കലും തുടയ്ക്കലും ഒക്കെ അമ്മമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അമ്മമ്മ അടിച്ചൊരിയപ്പോൾ ഞാൻ പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഞാൻ ചെയ്തുകൊണ്ട് നീ ചെയ്യുമ്പോൾ ശരിയാവില്ല, വൃത്തിയാവില്ല എന്നൊക്കെയാണ് ആൾ പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അതൊന്നും ഞാൻ നോക്കിയില്ല, മൈൻഡ് ചെയ്തിട്ടില്ല, ഞാൻ തന്നെ തുടയ്ക്കാൻ നിന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മുറ്റടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം എടുക്കും. ഇതുപോലെ തന്നെ കേട്ടോ, തുടയ്ക്കാനും അടിക്കാനൊക്കെ കുറേ സമയം എടുക്കും. വിശദീകരിച്ചിട്ടുള്ള തുടയാണേ. അപ്പോൾ പിന്നെ ഞാൻ തുടയ്ക്കാൻ നിന്നപ്പോൾ അത് അമ്മമ്മ അത് അവിടെയൊക്കെ ചെയറൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ആ കപ്പിൽ വെള്ളമൊക്കെ എടുത്തിട്ട് തുണി മുക്കിയിട്ടൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഇതും ഡെയിലി ആൾ ഇവിടെ ഈ ജനലും അതുപോലെ തന്നെ ഈ കസാരയും ഒക്കെ ആൾ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെ അമ്മയുടെ വീട്ടിലും അങ്ങനെ ചെയ്യാറുണ്ട്, അമ്മമ്മയുടെ വീട്ടിലും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ തിരുമ്പിയിട്ടിട്ട് വന്നിട്ടുണ്ട്. ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വെറുതെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആളിങ്ങനെ ഉറക്കം തൂങ്ങുകയാണ്. അപ്പോൾ രാത്രി ഉറക്കം കുറവാണ് ചില ദിവസം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പകൽ കിടന്ന ആൾ ഉറങ്ങൂല കേട്ടോ. അപ്പം അമ്മേനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അമ്മമ്മയുടെ ഈ കുഞ്ഞു വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.